ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, നിങ്ങളും കൂടിക്കോ. എന്തിന്? പള്ളിപ്പറമ്പിൽ മണിയറ ഒരുക്കാൻ. നിസ്കരിച്ചു സഹോദര. ഫാത്തിമ ബീവി കടന്നുറങ്ങിയത് എവിടെന്നറിയോ? ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല. ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല. അലിയാര് തങ്ങൾക്ക് ഒരു ആടിന്റെ തോലുണ്ടായിരുന്നു. അലിയാര് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ആടിന്റെ തോലുണ്ടായിരുന്നു. ഇതങ്ങോട്ട് വിരിക്കും. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് 2 പേരും കൂടെ അതിന്റെ മുകളിൽ കയറി കിടക്കും. ആടിന്റെ തോലിന്റെ വലിപ്പം നീ ചിന്തിച്ചാൽ മതി. എത്ര വലിയ ആടാണെങ്കിലും എത്രയുണ്ട്. ഈ ആടിന്റെ തോലെടുത്തിട്ട് വിരിച്ചിട്ട് ഇവർ 2 പേരും കൂടെ അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ ഈ ആടിന്റെ തോല് കൊണ്ടുപോയിട്ട് അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ട്, അതിന്റെ മുന്നിൽ കൊണ്ട് വിരിച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കാനകത്ത്. രാത്രി കിടക്കാൻ വിരിക്കുന്നത് ഈ ആടിന്റെ തോല്. പകല് തന്റെ വീട്ടിലെ കുതിരയ്ക്ക് തീറ്റി കൊടുക്കണം ഇതിന്റെ മുകളിൽ. രാവിലെ മൊത്തം ജോലി അതാ, കൊണ്ടുപോയി വിരിച്ചിട്ട് അതിനകത്ത് ആ തീറ്റിയിട്ട് കൊടുക്കണത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ചിന്തിക്ക്, ഇതിനാ മോളെ ജീവിതം. ഇതിനാ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ ഒരു ദിവസം വീട്ടിൽ പോയി. കല്യാണം കഴിച്ചു വിട്ട ശേഷം തന്റെ പൊന്നാര മകളെ കാണാൻ അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീവി ഓടി വന്നു. കരഞ്ഞോണ്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയാ. എന്തേ മോളെ കരയണേ? എന്തേ ഫാത്തിമ കരയണേ? ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. വാപ്പ കെട്ടിച്ചു വിട്ട പൊന്നുമോള് വാപ്പാനോട് കരഞ്ഞോണ്ട് പറയാ, ഉപ്പാ. ഏതുപ്പ? കരളിന്റെ കഷ്ടത്വം മുത്തുനബി പറഞ്ഞ പൊന്നുമോള് പറയാ, ഉപ്പ വല്ലതും തിന്നിട്ട് 3 ദിവസമായി വാപ്പ. വാപ്പാടെ മോള് പട്ടിണിയാ. പരാതി പറഞ്ഞപ്പോ മുത്തുനബി ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ ഞാൻ വല്ലതും കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. വലിയ അബീക്ക് അറിവും. ഉപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. ഉടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു എന്ന പടച്ചൊരു ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ, അല്ലാ എന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ക്ഷമിക്കും മോളെ, അള്ളാഹു നിനക്കൊരു സന്തോഷം തരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു. എന്നാലും പരസ്പരം അവരെ തമ്മിൽ തല്ലാറില്ല. അവർക്ക് 2 പേർക്കും ഒരു പ്രയാസവുമില്ല.